ചങ്ങായിമാർ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നും പറയാൻ പോകുന്നത് പൂഞ്ഞാറിയൻ ജോർജിനെ കുറിച്ചാട്ടാ. ഈ വൃത്തികെട്ടവനെ കുറിച്ച് എനിക്ക് കുറച്ച് ദിവസത്തേക്ക് ഒന്നും മിണ്ടണ്ടെന്ന് ഞാൻ വിചാരിച്ചാണ്. അപ്പോഴാണ് പൂഞ്ഞാറിൻ ജോർജ് മഹാത്മാഗാന്ധിക്കെതിരെ വൃത്തികെട്ട രീതിയിൽ സംസാരിച്ച ഒരു വീഡിയോ ഒന്ന് വൈറലായത്. ഈ വീഡിയോ കുറച്ച് ദിവസം മുന്നേ ഇറങ്ങിയതാണ്. പക്ഷെ വൈറലായ സ്ഥിതിക്ക് ഈ വൃത്തികെട്ടവനോട് രണ്ട് വർത്തനം, അതായത് മഹാത്മാഗാന്ധിക്കെതിരെ വൃത്തികേട് പറഞ്ഞവനാ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അതുകൊണ്ട് ഇവനെതിരെ രണ്ട് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. അതുകൊണ്ടാണ് വീണ്ടും ഈ വൃത്തികെട്ടവന്റെ വീഡിയോ ആയിട്ട് ഞാൻ വന്നത്. ഏതായാലും ഈ വൃത്തികെട്ട പൂഞ്ഞാറിയൻ ജോർജ് മഹാത്മാഗാന്ധിക്കെതിരെയും നെഹ്റുവിനെതിരെയൊക്കെ കുറെ വൃത്തികേട് പറഞ്ഞിട്ട് ആദ്യം നമുക്ക് ആ വൃത്തികേട് കേൾക്കാം. അതിനുശേഷം ഈ വൃത്തികെട്ടവന് അതിനുള്ള മറുപടിയും കൊടുക്കാം. ഏതായാലും കുറച്ച് സമയം നിങ്ങൾ ഈ വൃത്തികെട്ടവനൊന്ന് സഹിക്കണം കേട്ടാ. ഗാന്ധിയുടെ ദൈവം തമ്പരമല്ലോ, മഹാത്മാഗാന്ധി ദൈവം തമ്പരാണോ എനിക്കറിയത്തില്ല. മഹാത്മാഗാന്ധി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിത്തന്ന അങ്ങനെ അവതാരം ബ്രിട്ടീഷുകാരൻ ഊമ്പി തിന്ന് ഈമ്പി നമ്മളെ കടിച്ച് ചെയ്ത് ഒന്നും ഇല്ലാതാക്കി മറ്റ് പരിചയമൊന്നും കിട്ടാനില്ലാതെ ഇട്ടേച്ച് പോയതാണ്. അതിന് എന്നിട്ട് ഉടനെ തന്നെ നമ്മൾ ഗാന്ധി സമരം ചെയ്ത് ഉണ്ടാക്കിയെന്നൊക്കെ മണ്ടത്തരം പറയാതെ നിങ്ങളെപ്പോലുള്ള ഷാബിയപ്പോൾ ആളുകൾ മഠയത്തിന് ചെറുപ്പക്കാർ ഗാന്ധിജി ഒന്നും ഒരു ചുക്കം ചെയ്യില്ല. എപ്പോഴാണ് വന്നേ? ആഫ്രിക്ക ചെന്ന് ചവിട്ട് പഠിച്ചിട്ടുണ്ട്, അത് ശരിയാ. ആഫ്രിക്ക ചെന്ന് ചവിട്ട് പഠിച്ചു, ഇവിടെ ആരും ചവിട്ടിയില്ല. ഇവിടെ പുള്ളി എന്നാ രണ്ട് പെങ്കൊച്ചുകളെ തോളെ കൈയിട്ടുണ്ടെങ്കിൽ നടന്നു പോയതല്ലാതെ ഒരു ഉത്തരവും നമ്മളാരും ചെയ്തിട്ടില്ല. പുള്ളിയെ ഉപദ്രവിച്ചിട്ടില്ല. പിന്നെ എന്താ പറയുന്നത്? പുള്ളി ഇവിടെ വന്നിട്ട് ഞാൻ ആ ഉപ്പ് സത്യാഗ്രഹം നടത്തുന്നു. എന്നാ വലിയ സമരമാ. അതുകൊണ്ടാണ് ബ്രിട്ടീഷുകാരൻ ഇട്ടു പോയി. ബ്രിട്ടീഷുകാരന് വേണ്ടെന്നായി, ഇന്ത്യ വേണ്ട, ഒന്നും ഇല്ലെന്നായി, മുഴുവൻ കടിച്ച് ചവച്ചാണ് ഒടുക്കത്തെത്തി തിന്നു ബ്രിട്ടീഷുകാരൻ. അവൻ ഇട്ടെറിഞ്ഞേച്ച് പോയതാ. എന്നിട്ട് ഗാന്ധിജി സ്വാതന്ത്ര്യം നേടുന്ന മടയത്രം അത് നടക്കരുത്. നെഹ്റു മേടിച്ച് തന്നതാ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞാൽ. നെഹ്റു ഒരു മുസൽമാനാണ്. അത് പറയാനത്ര ഞാൻ ഒരു മുസ്ലിമാണ്, മുസ്ലിം എന്ന് പറയാനകത്ത് നാടിക്കേണ്ട കാര്യം. ഞാൻ ക്രിസ്ത്യാനി, അന്തസായിട്ട് ഞാൻ ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. ഷാദ് പറയുന്നില്ല മുസ്ലിമാണ്. പറയണം. ഞാൻ നെഹ്റു ഞാൻ ചെയ്യട്ടെ, അതിന് ഞാൻ ക്രിസ്ത്യാനി അഭിമാനത്തോട് ഞാനും പറയുന്നല്ലോ. എന്തുകൊണ്ട് നെഹ്റുവിന്റെ മുസ്ലിം എന്ന് പറയാൻ മടി? അയാളെന്നാ പറയാത്തത്? അയാളെ വാപ്പ എന്നാ പറയാത്തത്? വാപ്പാടെ വാപ്പ മുസ്ലിം പള്ളിയിലെ എന്നാ മുക്രിയല്ല എന്നെ ആ നെഹ്റുവിന്റെ വാപ്പാടെ വാപ്പ അല്ല, നമ്മുടെ നിസ്കരിപ്പിക്കുന്ന ആളെന്നെ എന്ന് പറഞ്ഞത് ഇമാമായിരുന്നു. ഇമാമിന്റെ മകനാണ് മോത്തിലാലിന്റെ മകനാണ് നെഹ്റു. അയാൾ എന്തിനെ വിളിച്ചു വെച്ച് നടത്തുന്നത്? പാകിസ്ഥാൻ കാശ്മീർ അങ്ങനെയല്ലേ ഉണ്ടായത്? ഇപ്പോഴും പാകിസ്ഥാൻ ഇന്ത്യയായിട്ട് യുദ്ധം നടക്കുന്നത് പാകിസ്ഥാൻ കാശ്മീർ ഉണ്ട്. മനസ്സിലായില്ലേ? വല്ല കാര്യമുണ്ടോ? അന്ന് ഒരു പൂർണ്ണമായിട്ട് കൊടുത്തുവെച്ചാൽ പറയായിരുന്നു. ഇത് നമ്മൾ കഴിഞ്ഞ യുദ്ധത്തിൽ നെഹ്റു ഉള്ളപ്പം നമ്മുടെ ചൈനയായിട്ട് യുദ്ധം ഉണ്ടായി. ചൈനയുടെ അതിർത്തിയിൽ നിന്ന് യുദ്ധം നിർത്തി നമ്മുടെ കയ്യിലിരിക്കുക ചൈനയുടെ. നമ്മുടെ അങ്ങോട്ട് മുകളിൽ അങ്ങോട്ട് കയറിയിട്ടില്ല, നിന്നു. പാകിസ്ഥാനായിട്ട് യുദ്ധം ഉണ്ടായപ്പോൾ പാകിസ്ഥാന്റെ റാവൽപിണ്ടി വരെ നമ്മുടെ പട്ടാളം 2 മണിക്കൂറാണ് പാകിസ്ഥാൻ മുഴുവൻ തീരുമായിരുന്നു. അപ്പോൾ നെഹ്റു സ്റ്റോപ്പ് എന്ന് പറഞ്ഞു. സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയില്ല, തിരിച്ചു വരാൻ പറഞ്ഞു. എല്ലാத்தைയും തിരിച്ചു കൊണ്ടു. അല്ലെ പാകിസ്ഥാൻ കാശ്മീർ കാണുകയിപ്പോൾ അത് ഇന്ത്യയുടെ കൈവശമായിരുന്നു. നെഹ്റു തിരിച്ചെടുത്ത് കൊടുത്തതാണ് പാകിസ്ഥാന്. അപ്പൊ കയ്യിലൊരു മോശമാണ് ഇവരുടെ മാന്യന്മാരുടെ ഒക്കെ. ഇതൊക്കെ ചരിത്രം എഴുതാത്തതിനാ. ഈ ചരിത്രം സത്യം പറയണ്ടേ? സത്യം ഞാൻ കൂടെ പറയണ്ടേ? എനിക്ക് സത്യം പറഞ്ഞു ഒന്നും അറിയില്ലെങ്കിലും, ഒരു മണ്ണും പുണ്ണാക്കും അറിയില്ലെങ്കിലും ഇങ്ങനെ എന്തെല്ലോ അറിയുന്ന പോലെയാണ് ഈ വൃത്തികെട്ട എപ്പോ സംസാരിക്കുക. ചരിത്രത്തെ കുറിച്ച് നീ അധികം പറയല്ലാട്ടാ. ചരിത്രത്തെ കുറിച്ച് പറഞ്ഞാലേ നിന്റെ എല്ലാം കുടുംബത്തിന്റെ ചരിത്രം പറഞ്ഞില്ലേ? ഒന്നും വേണ്ട, നിന്റെ ചരിത്രം സരിതയുമായിട്ടുള്ള ആ ചരിത്രം ഉണ്ടല്ല, കുഞ്ഞിപ്പെണ്ണെ മണ്ടിപ്പെണ്ണെ എന്ന് പറഞ്ഞാൽ പാട്ട് പാടിയ ചരിത്രം, ആ ചരിത്രം ഉണ്ടല്ല, മലയാളികളെ നീ ഓർമ്മിപ്പിക്കണ്ട. അത്രയും വൃത്തികെട്ട ചരിത്രമാണ് നിന്റെ കേട്ടാ. പിന്നെ നിന്റെ മകന്റെ ചരിത്രം, നിന്റെ വാഹം കെട്ടി കെട്ടിയ പെണ്ണിന്റെ മതം മാറ്റിയവനല്ലേ അവൻ. അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും ചരിത്രം ഉണ്ടല്ല, അധികം പറയല്ലാട്ടാ. പറഞ്ഞു കഴിഞ്ഞാല് ഈ മൊത്തം നാറിപ്പോവും പി സി. നിങ്ങൾ പിന്നത്തെ കളിയാക്കും പോലെ പറഞ്ഞു മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്ക പോയിട്ട് അടി വാങ്ങിന്ന്. ആ അടി വാങ്ങുന്നതിനുള്ള അന്തസ്സുണ്ട്, അതുണ്ടല്ലോ, ആണത്തുണ്ട് പി സി. മൂപ്പർ നമ്മുടെ രാജ്യത്തിന് വേണ്ടി അടി വാങ്ങുമ്പോഴല്ല, താങ്കളുടെ പിതാവുണ്ടല്ല, ബ്രിട്ടീഷുകാർക്കുണ്ടല്ല ചൂടുവെള്ളം കാച്ചി കൊടുക്കലാണ്. എന്തിനു വേണ്ടിട്ടും എന്തൊക്കെ ചെയ്യണോ അതിനൊക്കെ വേണ്ടി താങ്കളുടെ പിതാവ് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ചൂടുവെള്ളം കാച്ചലാൻ നേരം. അങ്ങനെ താങ്കളുടെ പിതാവ് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി വിടുപണി എടുക്കുന്നതുകൊണ്ടാണ് താങ്കൾക്ക് സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചോ നെഹ്റുവിനെ കുറിച്ചോ ഗാന്ധിജിയെ കുറിച്ചോ ഒന്നും അറിവില്ലാതായി പോയത്. പിന്നെ കുറച്ചു കാലം മുന്നേ വരെ ഈ വേട്ടാവളി ഉണ്ടല്ല, ഗാന്ധിജിനും നെഹ്റുവിനൊക്കെ ഭയങ്കരമായ ഇഷ്ടമായിരുന്നു. പിന്നെ ഈ അടുത്ത കാലത്തേക്ക് ബിജെപിയിലേക്ക് പോയപ്പോഴാണ് ഈ വേട്ടാവളിനെ ഗാന്ധിജിനെയും നെഹ്റുവിനെയും കുറിച്ചൊന്നും ഒന്നും അറിയാതായി പോയത്, അവർ ഇഷ്ടമല്ലാതായി പോയത്. അതായത് വേറൊന്നുമല്ല, അപ്പ കാണുന്നവന ആ എന്ന് വിളിക്കൂലേ, ആ സ്വഭാവമാണ് ഈ വേട്ടാവളിന്റേത്. ഈ വേട്ടാവളിന്റേത് മാത്രമല്ല, ഇവന്റെ മകന്റേതും രണ്ടാളതും ഒരേ സ്വഭാവമാണ്. നീ പിന്നെ ഇപ്പൊ കളിയാക്കിയ മഹാത്മാഗാന്ധി നെഹ്റുക്കെ ഉണ്ടല്ല, അടികൊണ്ട് നമുക്ക് വേണ്ടി അടി കൊണ്ടത് കൊണ്ടാണ് നീ ഇപ്പൊ ഇങ്ങനെ ഇരുന്നിട്ട് കൊട വയറും വെച്ചിട്ട് ഇമാതിരി പൊക്കളെ അളക്കുന്നത് പി സി ജോർജ്. അല്ലാതെ താങ്കളുടെ പിതാവിനെ പോലെ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി എന്ത് പണിയും അവർ പറയുന്ന എന്ത് പണി എടുത്തിരുന്നുണ്ടല്ല, എനിക്കും നിങ്ങൾക്കൊന്നും ഇതുപോലെ ഡയലോഗ് അടിക്കാൻ വേണ്ടി പറ്റില്ലായിരുന്നു. പിന്നെ നിങ്ങൾ പറഞ്ഞു ജവഹർലാൽ നെഹ്റു മുസ്ലിമാണ്, മൂപ്പറ പിതാവ് മോത്തിലാൽ നെഹ്റു പള്ളിയിലെന്തോ ബാങ്ക് വിളിക്കലാണെന്ന്. താങ്കളുണ്ടല്ല പൊട്ടൻ എന്നല്ല വിളിക്കണട്ടാ, പൊട്ടന്റെ പൊട്ടൻ എന്ന് വിളിക്കണം. ജവഹർലാൽ നെഹ്റു ഉണ്ടല്ല കാശ്മീരി പണ്ഡിറ്റാണ്, അദ്ദേഹത്തിന്റെ പിതാവുണ്ടല്ല അഭിഭാഷകനായിരുന്നു, അഭിഭാഷകൻ. ഇതിനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ തലയിൽ കുറച്ച് ബോധം വേണ്ടേ? ഒന്നില്ലെങ്കിലും നല്ല പിതാവിന്റെ മകനായിട്ടെങ്കിലും ജനിക്കണ്ടേ പി സി ജോർജ്? അല്ലാതെ എല്ലാവരും രാജ്യത്തിന് വേണ്ടി പോരാടുമ്പോ സ്വാതന്ത്ര്യ സമരത്ത് പങ്കെടുക്കുമ്പോ ബ്രിട്ടീഷുകാർക്ക് വെള്ളം ചൂടാക്കിയും അവര് പറഞ്ഞ എല്ലാ പണിയും എടുക്കുകയും ചെയ്യുമ്പോഴല്ല താങ്കളുടെ പിതാവിന് ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ലാതായി പോയി. അങ്ങനെയുള്ള ഒരു പിതാവിന്റെ മകനായി ജനിച്ചതാണ് താങ്കൾ ഇത്രയും തരംതാന്ന് പോയത് എന്റെ പി സി ജോർജ്. പിന്നെ താങ്കളുടെ മകന്റെ
കാര്യം പറഞ്ഞത് താങ്കളുടെ മകനായതുകൊണ്ട് അയാളും തരംതാന്ന് പോയി. പിന്നെ നിങ്ങൾ വെച്ച് മഹാത്മാഗാന്ധി ദൈവം തമ്പുരാനായിരുന്നു എന്ന്. ദൈവം തമ്പുരാൻ തന്നെയായിരുന്നു, ദൈവത്തെ പോലത്തെ മനുഷ്യനായിരുന്നു അന്ന് ഒരുപാട് പേർക്ക് മഹാത്മാഗാന്ധി. പിന്നെ നിങ്ങൾ പറഞ്ഞു ബ്രിട്ടീഷുകാർന്ന് പിഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇന്ത്യ വിട്ടു പോയത്. ഇന്ത്യനെല്ലാം അങ്ങനെ പിഴിഞ്ഞിട്ടുണ്ടാവുക താങ്കളുടെ പൂർവികരില്ലേ, അവരെ ആയിരിക്കും ചിലപ്പോ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും കേട്ടാ. പിന്നെ നീയൊക്കെ ക്രിസ്ത്യാനിയാന്ന് അന്തസ്സായിട്ട് പറയുന്നതാണ് കേട്ടില്ല, അത് ക്രൈസ്തവർക്ക് അപമാനാണ്. നിനക്കല്ല, ക്രൈസ്തവർക്കല്ല, യഥാർത്ഥ ക്രൈസ്തവർക്ക് താൻ ക്രിസ്ത്യാനിയാന്ന് കേൾക്കുന്നത് അവർക്ക് അപമാനാണ്. പിന്നെ താൻ യുദ്ധത്തിന്റെ കാര്യം പറഞ്ഞു, ഇന്ത്യയും പാകിസ്ഥാനും ചൈനന്റെ ഒക്കെ യുദ്ധത്തിന്റെ കാര്യം. അന്നൊക്കെ ഉണ്ടല്ലോ ഇന്ത്യ ഉള്ള ആയുധം കൊണ്ട് നേരെ നിന്ന് പൊരുതിയിരുന്നു. അല്ലാതെ ഇന്നത്തെ പോലെ ഉണ്ടല്ല, ട്രംപ് എന്താണോ പറയുന്നത് അതുപോലെ ആയിരുന്നില്ല അന്നൊക്കെ ചെയ്തിരുന്നത്. എന്നിട്ട് ഇപ്പൊ ട്രംപ് എന്ത് പറയുന്നു അതുപോലെ തുള്ളുന്ന ഒരാളുടെ കൂടെ വന്നിട്ട് വേട്ടാവളി വൃത്തികെട്ട വർത്താനം പറയുന്നു. അതുകൊണ്ട് തന്നോട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, മഹാത്മാഗാന്ധി നെഹ്റു ഒക്കെ ഉണ്ടല്ല തന്റെ പിതാവിനെ പോയും സംഘികളെ പോലെയൊക്കെ ഉണ്ടല്ല ബ്രിട്ടീഷുകാർക്ക് ചൂടുവെള്ളം കാച്ചി കൊടുക്കുകയും അവർ പറഞ്ഞ് എന്ത് പണിയെടുക്കുകയും ഷൂ പോളിഷ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നുണ്ടല്ല. ഇന്ന് ഞാനും നീയും ഇതുപോലെ വർത്താനം പറയും ഇന്ത്യയിൽ ഉണ്ടാകുമായിരുന്നില്ല വേട്ടാവളിയും പി സി ജോർജ്. പിന്നെ വേറൊരു കാര്യം, നിനക്ക് നിന്നെപ്പോലത്തെ ക്രിസംഖ്യക്ക് സംഖ്യക്ക് ഉണ്ടല്ല അടിമപ്പണിയാണല്ലോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് താനൊക്കെ അത് ആസ്വദിച്ച് ജീവിക്കും. അതുമാത്രമല്ല ബ്രിട്ടീഷുകാർ എന്തൊക്കെ പറയുന്നുണ്ടോ ആ പണിയൊക്കെ താനൊക്കെ ആസ്വദിച്ച് ചെയ്യും. ഇപ്പൊ താൻ ഗാന്ധിജിയെ കുറിച്ച് ഇമാതിരി വൃത്തിയോട് പറഞ്ഞത് ഗാന്ധിജിയെ മാറ്റിട്ട് അവിടെ ഷൂ പോളിഷുകാരനല്ലേ അവനെ കൊണ്ടുവെക്കേണ്ട ആഗ്രഹത്തിലായിരിക്കും അല്ലേ. അത് താനും തന്റെ മകനും പിന്നെ നിങ്ങളുടെയൊക്കെ കൂടെയുള്ള കുറെ ആൾക്കാരുണ്ടല്ല അവരൊക്കെ സ്വപ്നം കാണുക മാത്രമേ ചെയ്യൂ പി സി ജോർജ്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം, താനൊക്കെ ഇപ്പൊ ഗാന്ധിജിനെ മാറ്റുന്ന പോലെ തന്റെ മകനുണ്ടല്ല കുറച്ചു കാലം കഴിഞ്ഞില്ലേ അപ്പന്റെ ഗ്ലാമറിങ് പോയി കഴിഞ്ഞില്ലേ അപ്പനോട് പറയും അപ്പനങ്ങ് മാറ്, ഞാൻ വേറൊരു അപ്പനെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് കേട്ടാ. അങ്ങനെ തന്നെ തള്ളി പറയാൻ പറ്റില്ലേ, അധിക ടൈമൊന്നുമില്ല, അത് അടുത്ത് തന്നെ ഉണ്ടാകും. അങ്ങനെ തന്റെ മകൻ തന്നെ തള്ളി പറയുന്നുണ്ടെങ്കിൽ അതിൽ യാതൊരു തെറ്റും ഞാൻ കാണുന്നുമില്ല. അതുകൊണ്ട് അധികം വർത്താനം പറഞ്ഞ പി സി ജോർജ് സരിതപ്പെണ്ണിന്റെ കൂടെ പാടി ആ പാട്ടിലെ സരിതപ്പെണ്ണെ കുഞ്ഞിപ്പെണ്ണെ അതിന്റെ ബാക്കി കൂടി പുറത്തു വരും കേട്ടാ വേട്ടാവളിയും പി സി ജോർജ്. അതുകൊണ്ട് താങ്കളുടെ പിതാവ് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി വെള്ളം കാച്ചുകയും അവർ ചെയ്യാൻ പറഞ്ഞ എന്ത് പണിയും ചെയ്യുകയല്ല മഹാത്മാഗാന്ധി നെഹ്റു ഒന്നും ചെയ്തു കേട്ടാ. അങ്ങനെ അവർ ചെയ്യാത്തത് കൊണ്ടാണ് താനും തന്റെ കുടുംബവും ഇപ്പോഴും ബ്രിട്ടീഷുകാരുടെ അടിമയാകാതെ ആയിപ്പോയെന്നുള്ള ഒരു കുറച്ചൊരു ബഹുമാനെങ്കിലും താൻ കാണിക്കും. അതുകൊണ്ട് വൃത്തികേട് മാത്രം പറഞ്ഞ വേട്ടാവളിയും പി സി ജോർജിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എൻ്റെ ഒരു നല്ല സുലാൻ.